ഹലോ, അപ്പോൾ ഇത്തവണത്തെ വീഡിയോ നമ്മൾ മിനി ഊട്ടി പോയിട്ടുള്ള നല്ലൊരു അടിപൊളി വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ അടുത്തൊന്നും ഇത്ര അടിപൊളിയായിട്ട് കോട കണ്ട സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓഫീസിലത്തെ കൊളീഗ്സൊക്കെ കൂടിയിട്ടാണ് ഈ യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല നേരത്തെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇതാ കണ്ട കാർ നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് മഴയുള്ളൊരു ടൈമിലാണ് കേട്ടോ നമ്മൾ ഈ മിനി ഊട്ടിക്ക് പോണത്. അങ്ങനെ നമ്മൾ മിനി ഊട്ടി എത്തി നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോഴും നല്ല മഴ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇതാ അവിടുത്തെ ഒരു വ്യൂ പോയിന്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല കോട, നല്ല തണുപ്പുള്ള ഒരു ടൈം. അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര രസമുണ്ട്. അപ്പോൾ നമ്മൾ റെയിൻകോട്ട് ഇല്ലാത്ത 2-3 പേര് അവർ റെയിൻകോട്ടൊക്കെ മേടിക്കാനായിട്ടൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ ഒന്ന് കഴിച്ചു. രാവിലെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള വഴി കുറച്ച് സ്ലിപ്പറിയാണ്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ അയച്ചിട്ടാണ് കേട്ടോ. പിന്നെ പകുതി എത്തിയപ്പോൾ നടക്കാൻ പറ്റാതെ ചെരുപ്പൊക്കെ അയച്ചിട്ട് കണ്ട ബാക്കിലൊക്കെ നോക്കിയാൽ ഫുള്ള് കോടയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് കാണാൻ വന്നിട്ടുള്ളവർ കണ്ട ഫുള്ള് കോടയാണ്. ഇപ്പോൾ 6-6:30 മണി കഴിഞ്ഞെങ്കിലും ഭയങ്കര കോടയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ആ ഒരു കാഴ്ച ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് കാണാൻ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ ആ മഴയത്ത് ഇങ്ങനെ ആ റോക്കമ്മ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള യാത്രയായിരുന്നു കേട്ടോ ഇത്. വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് ബാക്കിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയ കാണാം കേട്ടോ. അവിടെയും ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് റീൽസും കുറച്ച് ഫണ്ണി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. കാരണം പ്രത്യേകിച്ച് കാശൊന്നും മുടക്കേണ്ടതില്ല. ജസ്റ്റ് പെട്രോൾ അടിക്കാനുള്ള ഒരു പൈസ മാത്രമേ ചിലവ് വരുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര തുടങ്ങിയ ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് നടക്കുന്നത്. ഇപ്പോൾ ഒരു 7-7:30 മണിയായിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഏരിയയും പിന്നെ കുറേ വ്യൂ പോയിൻ്റ് ഏരിയാസൊക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ടിക്കറ്റിൻ്റെ റേറ്റ് ഉണ്ട്. അതായത് 200 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പോയ സമയത്ത് എല്ലാതും ഓപ്പൺ ആക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹൊറർ ഹൗസിൽ കയറാൻ കരുതി. അതിന് മുൻപായിട്ട് എല്ലാവരും ജസ്റ്റ് ഒരു ചായ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നമ്മൾ ഹൊറർ ഹൗസിൽ കയറുകയാണ്. അത് ആക്ച്വലി ഭയങ്കര രസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പൈസ പോയി 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വന്നത് കേട്ടോ. പിന്നെ ഒരു പോകണം എന്നുള്ളൊരു ആക്രാന്തത്തിൽ നമ്മൾ കയറിയതാണ്. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിനുള്ളിൽ. ഹൊറർ ഹൗസിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു യാത്രയായിരുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര.